നമസ്കാരം. രാജ്യം ഇപ്പോൾ ഒരു വലിയ തിരക്കിലാണ്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ജനങ്ങളുടെ പോക്കറ്റടിച്ച് കീറുന്ന തിരക്കിലാണ് കേന്ദ്ര സർക്കാർ. പെട്രോളിനും ഡീസലിനും ഗ്യാസിനും പിന്നാലെ എല്ലാ നിത്യോപയോഗ സാധനങ്ങൾക്കും തീ വിലയാണ്. പെട്രോൾ അടിക്കാൻ പോകുമ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നു. ഗ്യാസ് സിലിണ്ടർ കാണുമ്പോൾ നെഞ്ചിടിപ്പ് കൂടുന്നു. ചുരുക്കത്തിൽ വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ അക്ഷരാർത്ഥത്തിൽ വിയർത്തു കുളിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം. പക്ഷേ ഈ ചൂടിലും വിലക്കയറ്റത്തിലും വെന്തുരുകി നിൽക്കുന്ന നമുക്കല്പം ആശ്വാസം നൽകാൻ കുറച്ചുപേർ രംഗത്തെത്തിയിട്ടുണ്ട്. ആശ്വാസം എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര ആശ്വാസം തന്നെയാണ്. നമ്മുടെ കേന്ദ്രമന്ത്രിമാരും നേതാക്കളും വിളമ്പുന്ന ഈ വിശ്വവിഖ്യാതമായ മണ്ടത്തരങ്ങൾ കേട്ടാൽ നമ്മൾ നേരിടുന്ന ഈ വിലക്കയറ്റത്തിന്റെ വിഷമം പോലും മറന്നുപോകും. അതായത് സയൻസും ലോജിക്കും പടിക്ക് പുറത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു ഐറ്റം. ഇന്നലെ ജ്യോതിരാദിത്യ സിന്ധ്യ പോക്കറ്റിൽ നിന്ന് സവാള എടുത്തതോടെയാണ് ഈ തമാശകൾ വീണ്ടും ചർച്ചയായത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വിലക്കയറ്റത്തിന്റെ ഈ കഷ്ടകാലത്തും നമ്മളെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ഇന്ത്യയെ ലോകത്തിന് മുൻപിൽ കോമാളികളാക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കളുടെ ചില മഹത്തായ കണ്ടുപിടുത്തങ്ങളെ കുറിച്ചാണ്. സവാള സയൻസ് മുതൽ ഗോമൂത്ര ചികിത്സ വരെ നീളുന്ന ആ പട്ടിക നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം നമുക്ക് ലേറ്റസ്റ്റ് ഐറ്റമായ സിന്ധ്യയുടെ സവാള പ്രയോഗത്തിലേക്ക് തന്നെ വരാം. 50 ഡിഗ്രി ചൂടിൽ വെന്തുരുകുന്ന ഉത്തരേന്ത്യൻ ജനതയോട് ഒരു കേന്ദ്രമന്ത്രി പറയുകയാണ്, പോക്കറ്റിലൊരു സവാള വെച്ചാൽ ചൂടേൽക്കില്ല എന്ന്. അദ്ദേഹം AC ഉപയോഗിക്കാറില്ലത്രേ. വിയർക്കുമ്പോൾ അദ്ദേഹത്തിന് സന്തോഷമാണ്. കേൾക്കുമ്പോൾ നല്ല രസമുണ്ട്. പക്ഷേ സത്യം എന്താണ്? 400 മുറികളുള്ള ജയ്വിലാസ് കൊട്ടാരത്തിൽ സെൻട്രൽ AC-യുടെ കുളിർമയിലിരുന്നാണ് ഈ സവാള വിദ്യ അദ്ദേഹം പറഞ്ഞു തരുന്നത്. ഓസ്ട്രേലിയൻ മാധ്യമങ്ങൾ വരെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് ഇന്ത്യയുടെ ഫ്ലാഗ് കാണിച്ചുകൊണ്ടാണ്. അതായത് ചിരിക്കുന്നത് സിന്ധ്യയെ നോക്കി മാത്രമല്ല, നമ്മൾ ഇന്ത്യക്കാരെ മുഴുവൻ നോക്കിയാണ്. പോക്കറ്റിൽ സവാള വെച്ചാൽ ശരീരം തണുക്കില്ല മിസ്റ്റർ സിന്ധ്യ. അത് ചീഞ്ഞു പോയാൽ നാറുമെന്നല്ലാതെ ഒരു ശാസ്ത്രീയ ഗുണവുമില്ലെന്ന് ചെറിയ കുട്ടികൾക്ക് പോലും അറിയാം. സവാളയിൽ നിന്ന് നമുക്ക് അല്പം കൂടി ഗൗരവമുള്ള മറ്റൊരു ലിക്വിഡ് ഐറ്റത്തിലേക്ക് പോകാം. അതാണ് ഗോമൂത്രം. കൊറോണ കാലം നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്. ലോകം മുഴുവൻ വാക്സിനായി നെട്ടോട്ടമോടിയപ്പോൾ ഇവിടെ BJP MP പ്രഗ്യാ സിംഗ് താക്കൂർ പറഞ്ഞത്, ഞാൻ ദിവസവും ഗോമൂത്രം കുടിക്കുന്നത് കൊണ്ടാണ് എനിക്ക് കൊറോണ വരാഞ്ഞത് എന്നാണ്. ഇത് കേട്ട് വടക്കേ ഇന്ത്യയിൽ പലയിടത്തും ഗോമൂത്ര പാർട്ടികൾ വരെ അന്ന് നടക്കുന്നുണ്ടായിരുന്നു. മനുഷ്യൻ ഓക്സിജൻ കിട്ടാതെ പിടഞ്ഞു മരിക്കുമ്പോൾ ശാസ്ത്രത്തെ വെല്ലുവിളിച്ച് ഇത്തരം അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിച്ചവർക്കെതിരെ നടപടിയെടുക്കുന്നതിന് പകരം അവർക്ക് കൈയടിക്കുകയായിരുന്നു ഒരു വിഭാഗം. ക്യാൻസർ മാറാൻ ഗോമൂത്രം മതിയെന്ന് പറഞ്ഞവർ പിന്നീട് ചികിത്സയ്ക്കായി വലിയ ആശുപത്രികളിൽ പോയി അഡ്മിറ്റ് ആകുന്നതും നമ്മൾ കണ്ടതാണ്. വിശ്വാസം വ്യക്തിപരമാണ്, പക്ഷേ അത് പൊതുജനാരോഗ്യത്തെ ബാധിക്കുന്ന മണ്ടത്തരമായി പ്രചരിപ്പിക്കുന്നത് കുറ്റകരമല്ലേ? ഇനി നമുക്ക് അല്പം ചരിത്രവും IT-യും നോക്കാം. ത്രിപുര മുൻ മുഖ്യമന്ത്രി ബിപ്ലബ് ദേവ് ഒരു കാര്യം കണ്ടുപിടിച്ചു. ഇന്റർനെറ്റ് ഉണ്ടായത് അമേരിക്കയിലല്ല, പുരാതന ഇന്ത്യയിലാണ്. മഹാഭാരത യുദ്ധകാലത്ത് സാറ്റലൈറ്റുകളും ഇന്റർനെറ്റും ഉണ്ടായിരുന്നു പോലും. സഞ്ജയൻ കുരുക്ഷേത്ര യുദ്ധം ഹസ്തനപുരിയിലിരുന്ന് കണ്ടത് ഈ സാറ്റലൈറ്റ് വഴിയാണത്രേ. ഇതൊക്കെ കേൾക്കുമ്പോൾ ഗൂഗിളിൻ്റെ സുന്ദർ പിച്ചൈ പോലും രാജിവെച്ച് പോയിട്ടുണ്ടാകും. പുരാണങ്ങളെയും ഇതിഹാസങ്ങളെയും ആദരിക്കണം. പക്ഷേ അതിനെയൊക്കെ എടുത്ത് ഇന്നത്തെ സാങ്കേതിക വിദ്യയുമായി കൂട്ടിക്കുഴച്ച് വിളമ്പുമ്പോൾ ചിരിക്കാത്തവരായി ആരും ഉണ്ടാകില്ല. ഇതേ ബിപ്ലബ് ദേവ് തന്നെയാണ് സിവിൽ സർവീസ് എഴുതേണ്ടത് സിവിൽ എഞ്ചിനീയർമാരാണെന്ന് പറഞ്ഞ് നമ്മളെ ഞെട്ടിച്ചത്. ശാസ്ത്രത്തോട് ഇത്രയും ശത്രുതയുള്ള മറ്റൊരു വിഭാഗം വേറെ ഉണ്ടാവില്ല. മുൻ കേന്ദ്രമന്ത്രി സത്യപാൽ സിംഗ് ഒരിക്കൽ പറഞ്ഞു, ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം തെറ്റാണെന്ന്. കാരണം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ലോജിക്കാണ് ഗംഭീരം. നമ്മുടെ മുത്തശ്ശി കഥകളിൽ കുരങ്ങൻ മനുഷ്യനാകുന്നത് ആരും കണ്ടിട്ടില്ല. IPS ഓഫീസർ ആയിരുന്ന ഒരാളാണ് ഇത് പറയുന്നത് എന്ന് നമ്മൾ ഓർക്കണം. പരിണാമം എന്നത് ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന ഒന്നാണെന്ന് 10ാം ക്ലാസ് പഠിച്ച കുട്ടികൾക്ക് പോലും അറിയാം. പക്ഷേ നമ്മുടെ മന്ത്രിമാർക്ക് അത് മുത്തശ്ശിക്കഥകളിൽ ഉണ്ടോ എന്ന് നോക്കിയാലേ ബോധ്യമാകൂ. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ നിന്ന് ഡാർവിനെ ഒഴിവാക്കാനും ഇവർ ശ്രമം നടത്തി. ഇനി സാക്ഷാൽ പ്രധാനമന്ത്രിയുടെ ചില നിരീക്ഷണങ്ങളിലേക്ക് വരാം. ബാലാക്കോട്ട് വ്യോമാക്രമണ സമയത്ത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, ആകാശം മേഘാവൃതമാണ്, അതുകൊണ്ട് നമ്മുടെ വിമാനങ്ങളെ പാകിസ്ഥാൻ റഡാറുകൾക്ക് കണ്ടെത്താൻ കഴിയില്ല. മഴവില്ലിന്റെ മറവിൽ ഒളിച്ചു നിൽക്കാൻ ഇത് പാവകളിയല്ലെന്ന് ഇന്ത്യൻ എയർഫോഴ്സിന് അറിയാമെങ്കിൽ
അറിയില്ലെങ്കിലും ബോസ് പറഞ്ഞതുകൊണ്ട് എല്ലാവരും അന്ന് മിണ്ടാതിരിക്കുകയായിരുന്നു. അതുപോലെ ഗണപതിയുടെ ആനത്തല പ്ലാസ്റ്റിക് സർജറിക്ക് ഉദാഹരണമാണെന്ന് അദ്ദേഹം ഒരു ഡോക്ടർമാരുടെ കോൺഫറൻസിൽ പറഞ്ഞപ്പോൾ ശാസ്ത്രലോകം അന്തം വിട്ടുപോയി. വിശ്വാസ പ്രമാണങ്ങളെ ശാസ്ത്രീയമായ സത്യങ്ങളായി അവതരിപ്പിക്കുന്നത് വഴി നമ്മൾ ലോകത്തിന് മുൻപിൽ വെറും കോമാളിയായി മാറുകയാണ്. ഇതൊക്കെ വെറും തമാശയായി കണ്ട് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം ഈ രാജ്യം ഭരിക്കുന്നവരും നിയമനിർമ്മാണം നടത്തുന്നവരുമാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യക്കാർ ഉയർന്ന തസ്തികകളിൽ ഇരിക്കുമ്പോഴും ഇവിടുത്തെ മന്ത്രിമാർ സവാള സയൻസും ഗോമൂത്ര ചികിത്സയും പറയുമ്പോൾ അത് വലിയൊരു ജനതയെ മൊത്തത്തിൽ അപമാനിക്കുന്നതിന് തുല്യമാണ്. വിദ്യാഭ്യാസമുള്ള യുവാക്കൾ ഇതൊക്കെ കേട്ട് നിശബ്ദരായി ഇരിക്കുന്നത് കൊണ്ടാണ് ഇവർക്ക് ഇത് ആവർത്തിക്കാൻ ധൈര്യം ലഭിക്കുന്നത്. ഇതാണ് നമ്മുടെ അവസ്ഥ. വിലക്കയറ്റത്തിന്റെ പൊള്ളലിൽ നിൽക്കുന്ന ജനങ്ങൾക്ക് കിട്ടുന്ന ഉപദേശങ്ങൾ ഇതൊക്കെയാണ്. സവാള പോക്കറ്റിലിട്ടാൽ ചൂട് മാറില്ലെന്നും ഇത്തരം അന്ധവിശ്വാസങ്ങൾ ശാസ്ത്രത്തിന് പകരമാവില്ലെന്നും നമ്മൾ തിരിച്ചറിയണം. നമുക്ക് വേണ്ടത് ഡിജിറ്റൽ ഇന്ത്യ മാത്രമല്ല, യുക്തിബോധമുള്ള ഒരു ഇന്ത്യ കൂടിയാണ്. പോക്കറ്റിൽ സവാള വെച്ചാൽ ചൂട് മാറില്ലെന്നും ഭരണകൂടം പരാജയപ്പെടുമ്പോൾ ജനങ്ങളെ ഇത്തരം വിഡ്ഢിത്തങ്ങൾ പറഞ്ഞ് പറ്റിക്കുകയാണെന്നും നമ്മൾ തിരിച്ചറിയണം. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിരിയാണോ അതോ സങ്കടമാണോ വരുന്നത്? ഇനി ഈ വിളിയില്ലാത്ത കാലത്ത് നിങ്ങൾക്കറിയാവുന്ന ഇതുപോലെയുള്ള മറ്റ് കേന്ദ്ര മണ്ടത്തരങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി.